Good morning. Today, now let us see what is policies. നമുക്കറിയുന്ന ഒരു കാര്യമാണ് പോളിസി. പല പോളിസികൾ നമുക്ക് ലൈഫിലുണ്ടാവും അല്ലേ? ഈ പോളിസി ഒക്കെ ചെറുതാവോ വലുതാവോ രണ്ടും ആവാം അല്ലേ? ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പോളിസി ഒരു ഗൈഡിങ് ആക്ഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യണത്. ഈ പോളിസിയെ ഒരുപാട് പോളിസീസ് ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റീവ്സിന്റെ താഴെ നിൽക്കുന്നതാണ് പോളിസി. ക്ലിയർ? ഇപ്പോൾ ഒരു ബ്രോഡ് വേസ് ആണ് പോളിസീസ്. ആർ ദ ബ്രോഡ് വേസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. രണ്ടും തമ്മിലുള്ള ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് അറിയണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോണ ഗോൾസ് ആണ്. ഈ ഗോൾസിനുള്ള വഴികളാണ് പോളിസികളുടെ രൂപത്തിൽ നമ്മൾ ഫ്രെയിം ഔട്ട് ചെയ്യണത്. ക്ലിയർ? സോ പോളിസീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ്സ് വിച്ച് പ്രൊവൈഡ് ഗൈഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ടു മാനേജേഴ്സ്. മാനേജേഴ്സിന്റെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഗൈഡൻസിന് ജനറൽ സ്റ്റേറ്റ്മെന്റുകളാണ് പോളിസീസ്. ക്ലിയർ? Policies are general statement or understandings which provide guidance in decision making to various managers. Right? And let us see the features of a policy. Guiding future action, limits areas of decision making, guides decisions, framing policies at different level. ഇത്രയാണ് features. Let us see one by one. Guiding future action. ഒരു പോളിസി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ്. അതായത് ഒരു പ്ലാനിന് എന്താണോ ബേസിക് ആയിട്ട് വെച്ചിട്ടുള്ളത് അതാണ് പോളിസി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദീസ് ആർ ദ സ്റ്റാൻഡിംഗ് പ്ലാൻസ് പ്രൊവൈഡിങ് ഗൈഡൻസ് ടു മാനേജൻ ഇൻ ദ കണ്ടക്ട് ഓഫ് മാനേജീരിയൽ ഓപ്പറേഷൻ. ഓരോ മാനേജീരിയൽ ഓപ്പറേഷന്റെ കണ്ടക്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള പ്ലാൻസിനെയാണ്, സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, ഫിക്സഡ് ആയിട്ടുള്ള പ്ലാൻസിനെയാണ് നമ്മൾ പോളിസീസ് എന്ന് പറയാം. ക്ലിയർ? പോളിസീസ് ഡിഫൈൻ ബൗണ്ടറീസ്. അതായത് എത്രയൊക്കെ അങ്ങോട്ട് പോവാം, ഇത്രയൊക്കെ ഇങ്ങോട്ട് പോവാം. ഇപ്പൊ നമ്മൾ ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്ന് പറയുമ്പോൾ ഓണസ്റ്റി വിട്ടിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു ബൗണ്ടറി ലൈനാണത്. അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണ ഒബ്ജക്റ്റീവ് എപ്പോഴും നമ്മുടെ ഡിസിഷൻസ് ഏത് രീതിയിൽ വരെ പോവാം, എത്രത്തോളം വയലേറ്റഡ് ആവാം, എവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഫിക്സ് ചെയ്യണതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ക്ലിയർ? സോ ഒരു ഇനീഷ്യേറ്റീവിനെ ഗൈഡ് ചെയ്യണതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്. പക്ഷെ എപ്പോഴും ലിമിറ്റ്സിന്റെ ഉള്ളിലായിരിക്കും. ഒരു പോളിസി ഉണ്ടെങ്കിൽ ആ പോളിസി ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കും നമ്മളെ ആക്ട് ചെയ്യിപ്പിക്കുക. ക്ലിയർ? സോ ഗൈഡിങ് ഫ്യൂച്ചർ ആക്ഷൻ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഫീച്ചർ. അപ്പോൾ സ്റ്റാൻഡിംഗ് പ്ലാൻ ആണെന്ന് പറഞ്ഞു. പല ആൻസേഴ്സും പല മെമ്പേഴ്സും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിനുള്ള ഗൈഡ് ലൈൻസ് ആയിട്ടാണ് പോളിസി ആക്ട് ചെയ്യുക. സോ പോളിസി പ്രൊവൈഡ്സ് what a member should do rather than what he is doing. ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് ഗൈഡ് ചെയ്യണം. സോ all the future actions are connected with the policies that the organization holds. Right? And next is limits areas of decision making. നമുക്കറിയാം ഒരു ബൗണ്ടറി ലൈനാണ് ഫിക്സ് ചെയ്യണത്. ഡിസിഷൻ മേക്കിംഗ് ഏത് വരെ എങ്ങനെ അച്ചീവ് ചെയ്യാം, ഏതൊക്കെ ഡിസിഷൻസ് എടുക്കാം. അപ്പോൾ ചില സിറ്റുവേഷൻസിനൊക്കെ റിപ്പീറ്റഡ് അനാലിസിസ് ഒഴിവാക്കാൻ പറ്റും. കാരണം നമുക്കറിയാം ഇത് നമ്മുടെ പോളിസിയുടെ ഭാഗമല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് തന്നെ പണ്ടൊരു പാരീസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ പാരീസ് ഗ്രൂപ്പ് അവരുടെ എല്ലാം ഇതൊക്കെ വിറ്റു ഒഴിവാക്കാണ് അവരുടെ ബിസിനസ്. അപ്പോൾ അവരുടെ ഒരു ഭാഗം ഏറ്റെടുത്തത് മുരുകപ്പ ഗ്രൂപ്പാണ്. അപ്പൊ മുരുകപ്പ ഗ്രൂപ്പിന് ഒരു മേജർ ഡിസിഷൻ അവിടെ എടുക്കേണ്ടി വന്നു. ഏറ്റെടുക്കുന്ന സമയത്ത് ഇവരുടെ പാരീസ് ഗ്രൂപ്പിന്റെ ബീവറേജസും മുരുകപ്പ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണ്. സോ മുരുകപ്പ ഗ്രൂപ്പിന്റെ പോളിസിയിൽ ബീവറേജസ് ശരിയാവില്ല. അവർക്കത് അവരുടെ പോളിസിയുമായി ചേർന്ന് പോണതല്ല. സോ ദേ ഹാഡ് ടു ടേക്ക് എ ഡിസിഷൻ ടു ലീവ് ദാറ്റ്. ആ ഒരു ബിസിനസ് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നു. സോ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഏരിയ ലിമിറ്റ് ചെയ്യാണ്. നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ വേണ്ട, അവിടെ കൂടുതൽ അനാലിസിസിന്റെ ആവശ്യമില്ല, കൂടുതൽ ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? അതാണ് ഒരു പോളിസിയുടെ ഗുണം. ആൻഡ് ഇറ്റ്സ് ഗൈഡ്സ് ദ ഡിസിഷൻ. നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസും നമ്മുടെ പോളിസിയുമായി റിലേറ്റഡ് ആണോ, നമ്മളുടെ ഓർഗനൈസേഷനുമായി റിലേറ്റഡ് ആണോ,
നമ്മളുടെ പിന്നെ വാല്യൂ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണോ? അപ്പം നമ്മൾ ഒരുപാട് പോളിസീസ് ഫ്രെയിം ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ഇസ് ഫ്രെയിമിംഗ് പോളിസീസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ. ക്ലിയർ? പോളിസീസും അതെ, മാനേജേഴ്സ് ഓരോ ലെവലിലും ഫ്രെയിം ഔട്ട് ചെയ്യും. കാരണം ഓരോ ലെവലിനനുസരിച്ച് പോളിസി മാറിക്കൊണ്ടേയിരിക്കും. മേജർ പോളിസീസും ഉണ്ടാവും, മൈനർ പോളിസീസും ഓർഗനൈസേഷനിൽ ഉണ്ടാവും. റൈറ്റ്? ആൻഡ് നെക്സ്റ്റ് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് പോളിസീസ്. it acts as a guidance to the employees. ഒരു പോളിസി എപ്പോഴും ഗൈഡൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആരോടും കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പോളിസിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ. സോ ഓൾവേസ് എംപ്ലോയീസ് ആർ സേഫ് വിത്ത് റിഗാർഡ് ടു ദ ഗൈഡൻസ്. ഡിസൈഡിങ് ലിമിറ്റ്സ് ഓഫ് ഡിസിഷൻസ്. നേരത്തെ ഫീച്ചറിൽ പറഞ്ഞ പോലെ തന്നെയാണ്, എവിടെ വെച്ച് നിർത്തണം എന്നുള്ളത് നമുക്ക് പോളിസീസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫ്രെയിം ഔട്ട് ചെയ്യാൻ പറ്റും. സോ ലിമിറ്റ്സ് ആർ ഓൾവേസ് ഡിസൈഡഡ്. And there is proper delegation. Clear? And proper coordination also. It is not written here. Proper coordination, proper delegation possible ആണ് when you have policies. Delegation എന്ന് പറഞ്ഞാൽ എന്താ? പവേഴ്സ് താഴെയുള്ള ആൾക്കാർക്ക് എന്തൊക്കെ പവേഴ്സ് കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ഡിസിഷനാണ്. കാരണം പോളിസി ഫ്രെയിം ഔട്ട് ചെയ്ത ലിമിറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് പറയും. അപ്പോൾ താഴെയുള്ള ആൾക്കാരുടെ ലെവൽസും അവർക്ക് ഡെലിഗേറ്റ് ചെയ്യണ പവറും ഒക്കെ കൃത്യമായിരിക്കും. പോളിസീസ് ഉണ്ടെങ്കിൽ ബെറ്റർ കോർഡിനേഷൻ ആവും ഉണ്ടാവുക. കാരണം പോളിസി ഗൈഡ് ലൈൻസ് എല്ലാവർക്കും ഒരേപോലെ നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. ക്ലിയർ? ആൻഡ് ലെറ്റ് us see the limitations. പോളിസികൾക്ക് എപ്പോഴും യൂണിവേഴ്സൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. കാരണം പോളിസി ഫ്രെയിം ഔട്ട് ചെയ്യണത് പ്രത്യേക സിറ്റുവേഷൻസിലാണ്. ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ മാത്രമേ അത് വർക്ക്ഔട്ട് ആവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗ്ലോബൽ വേൾഡ് തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ പോളിസീസ് പുതിയ പുതിയ സിറ്റുവേഷൻസിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ പോളിസികൾ എപ്പോഴും റിവൈസ് ചെയ്യേണ്ടി വരും. ക്ലിയർ? പുതിയ സിറ്റുവേഷൻ അനുസരിച്ച് പോളിസി മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ആൻഡ് നോ ഇൻസ്റ്റന്റ് സൊല്യൂഷൻ. പോളിസീസ് ഒരു പ്രോബ്ലത്തിന് ഒരു ഇൻസ്റ്റന്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പ്രാക്ടിക്കലി പറ്റാത്തൊരു കൺസെപ്റ്റ്, ഇത് ഞങ്ങളുടെ പോളിസിയാണെന്ന് പറഞ്ഞാൽ പോളിസിയിൽ നിന്ന് മാറേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യില്ല നമ്മുടെ ഓർഗനൈസേഷനിൽ, അതാണ് നമ്മളുടെ പോളിസി. അങ്ങനെ വിചാരിക്കൂ. ഒരു സിറ്റുവേഷൻ വന്നു, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ പോളിസി മാറ്റണ്ടേ? അല്ലേ? നമ്മൾ ആരും പിന്നെ വീട്ടിലിരുന്ന് പഠിക്കാൻ വില്ലിങ് അല്ല. ദാറ്റ് ഈസ് അവർ പോളിസി. വാട്ട് ഈസ് ദ സിറ്റുവേഷൻ നൗ? സോ ഇൻസ്റ്റന്റ് സൊല്യൂഷൻ ഒരു പോളിസിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഇറ്റ് ഡാംപൻ ദ ഹ്യൂമൻ ഇനീഷ്യേറ്റീവ്സ്. ചിലപ്പോൾ ഈ പോളിസീനേക്കാളും വിട്ടിട്ട് ഒരു നല്ല ഇനീഷ്യേറ്റീവ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നുണ്ടാവും. പക്ഷേ പോളിസി ഫ്രെയിം ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നമ്മൾ ഡ്രിവൺ ആയി മാറും. അതായത് നമ്മൾക്ക് കൃത്യമായ റൂട്ട് ചാർട്ടാണ് പോളിസിയിലൂടെ തരുന്നത്. അപ്പം അതിന്ന് വിട്ടിട്ട് ഒരു ഇനീഷ്യേറ്റീവ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എടുക്കാൻ പറ്റില്ല. ക്ലിയർ? ആൻഡ് ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ ജഡ്ജ്മെന്റ് ഓൾസോ. പോളിസീസിന് ഒരു ഹ്യൂമൻ ജഡ്ജ്മെന്റ് ഒരു ഗൈഡ് ലൈൻ ആയിട്ടാണ് ആക്ട് ചെയ്യണത്. മാനേജേഴ്സിന് എപ്പോഴും ഒരു എൻവയൺമെന്റുമായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ജഡ്ജ്മെന്റും എടുക്കേണ്ടിയായിട്ട് വരും. അപ്പം ഗൈഡ് ലൈൻസും ജഡ്ജ്മെന്റും ഡിഫറെൻ്റ് ആണ്. ഇപ്പം എനിക്ക് തോന്നുകയാണ് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എൻ്റെ ഒരു ജഡ്ജ്മെന്റിനനുസരിച്ചിട്ട് ചിലപ്പോൾ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാവും ഞാൻ പറയാം. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരു പോളിസിക്കും പറ്റില്ല എന്നുള്ളതാണ്. പോളിസീസ് ആർ ഓൾവേസ് റിജിഡ് ഇൻ നേച്ചർ. ആ പോളിസീസിന് മാറി ചിന്തിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ നമ്മളുടെ ഡിസിഷൻസ് എപ്പോഴും നമ്മുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ്സിനനുസരിച്ചിട്ടാവും. ആ ജഡ്ജ്മെന്റ് ഹ്യൂമൻ ജഡ്ജ്മെന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരിക്കലും പോളിസീസിന് പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്യാൻ യു അസ്യൂം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്? ഒബ്ജക്റ്റീവ്സും പോളിസീസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗോൾസ് ആണ്, അച്ചീവ് ചെയ്യാൻ പോകുന്ന ഗോൾസിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. പോളിസീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബ്രോഡ് വേസ് ഓഫ് അച്ചീവിങ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ? ആൻഡ് ലെറ്റ് മീ സ്പീക്ക്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ ഓഫ് ദ ബിസിനസ് ആണ്. എ ബിസിനസ് വിത്തൗട്ട് ഒബ്ജക്റ്റീവ് ഇസ് ലൈക്ക് എ പാസഞ്ചർ വിത്തൗട്ട് എ ഡയറക്ഷൻ. ആൻഡ് പോളിസീസ് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് റീച്ചിങ് ദിസ് ഗോൾ. രണ്ടും തമ്മിലുള്ള ഇത് മനസ്സിലാക്കിക്കോളൂ. ക്ലിയർ? ഈ എസെൻഷ്യൽ ആണ് പോളിസി വെക്കണമെന്ന്. പോളിസി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും, അല്ലേ? ഇപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ പർപ്പസ് ആണ്.
പോളിസി പക്ഷെ പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഗൈഡ് ലൈൻ. ക്ലിയർ? ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, ഏറ്റവും ബ്രോഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ക്ലിയർ? പക്ഷെ പോളിസി എല്ലാ ലെവലിലും കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യണ ഒരു ഫാക്ടറാണ്. ക്ലിയർ? So in the next class, let us see the strategies.